നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. രാജ്യസഭയിൽ ഒഴിവ് വരുന്ന 24 സീറ്റുകളിൽ ജൂൺ 18-ന് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെയും ഉൾപ്പെടെയുള്ള 24 സീറ്റുകളിലാണ് ഒഴിവ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ 4 ആന്ധ്രാപ്രദേശിലും 5 ഗുജറാത്തിലും 2 ജാർഖണ്ഡിലും 3 മധ്യപ്രദേശിലുമാണ്. ഓരോന്ന് വീതം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിലും 4 കർണാടകയിലുമുണ്ട്. ജൂൺ 1 മുതൽ ജൂൺ 8 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ 11-നാണ്. ജൂൺ 18-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ അന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. ജൂൺ 20-ന് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. ജൂണിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിലെ മുൻനിര നേതാക്കൾക്കും നിർണായകമാകും. കർണാടകയിൽ കോൺഗ്രസിന് ഉറപ്പായ 2 സീറ്റുകളിൽ ഒന്നിൽ നിന്ന് ഖാർഗെ തന്നെ വീണ്ടും എത്തിയേക്കുമെന്നാണ് വിവരം. സംസ്ഥാനത്ത് ചിലപ്പോൾ 3 സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. രാജസ്ഥാനിൽ നിന്ന് അശോക് ഗെഹ്ലോട്ട്, ഛത്തീസ്ഗഡിൽ നിന്ന് ഭൂപേഷ് ബഘേൽ എന്നിവരുടെ പേരുകൾ സജീവമായി ചർച്ചയിലുണ്ട്. മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗ് ഒഴിയുന്ന സീറ്റിലേക്ക് പരിഗണിക്കപ്പെടണമെന്ന് താൽപ്പര്യം കമൽനാഥിനുണ്ടെന്നാണ് വിവരം. മുൻ മുഖ്യമന്ത്രിമാരിൽ ഒരാളെ എത്തിക്കുക വഴി ഒരു പരോക്ഷ നേട്ടം കോൺഗ്രസ് മനസ്സിൽ കാണുന്നു. അക്ബർ റോഡിലെ കോൺഗ്രസിന്റെ പഴയ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന മന്ദിരം നിലനിർത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. മുൻ മുഖ്യമന്ത്രിമാർക്ക് ടൈപ്പ് 7 വീട് അനുവദിക്കണമെന്നതിനാൽ അക്ബർ റോഡ് 24 വീട് ഒഴിയാതെ തുടരാനാകും. പുതിയ ഓഫീസിലേക്ക് മാറിയ ശേഷം BJPയും അവരുടെ പഴയ ഓഫീസ് തുടരുന്നത് ഈ രീതിയിലാണ്. കോൺഗ്രസ് ഓഫീസ് ഒഴിയണമെന്ന ആവശ്യം കേന്ദ്രം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ കമൽനാഥ് അല്ലെങ്കിൽ PCC അധ്യക്ഷൻ ജിത്തു പട്വരിക്കോ AICC ജനറൽ സെക്രട്ടറി മീനാക്ഷി നടരാജനോ അവസരം ലഭിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.